ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം അല്ലെങ്കിൽ ഡയഗ്രാംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡയഗ്രത്തിൽ നമുക്കൊരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിനെ നമ്മൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കൺസിഡർ എ ഡേറ്റാബേസ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ മാർക്സ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഗെറ്റ് ഇൻ ഡിഫറെൻറ്റ് എക്സാംസ് അറ്റ് ഡിഫറെൻറ്റ് കോഴ്സ് ഓഫറിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്, നമുക്കൊരു ഡയഗ്രം റെപ്രസെൻറ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് കോഴ്സ് ഓഫറിങ്സിന് കിട്ടുന്ന മാർക്സ് അല്ലേ, അതായത് ഡിഫറെൻറ്റ് എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന മാർക്സ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സിനാണ് കോഴ്സ് ഓഫറിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്, സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്, കോഴ്സ് ഓഫറിങ്സ് ഉണ്ട് ആണല്ലോ. സോ സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്, കോഴ്സ് ഓഫറിങ്സ് ഒരു എൻറ്റിറ്റിയാണ്, പിന്നെ എന്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ എന്താവുന്നത്, എൻറ്റിറ്റി ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ 3 എൻറ്റിറ്റീസിനെ ആദ്യമേ റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓരോ എൻറ്റിറ്റിക്കും വേണ്ട ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ കണക്ട് ചെയ്യാനുള്ള റിലേഷൻഷിപ്പും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുവാണ് സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് എന്ത് കാണും, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ID നമ്പർ കാണും. അതിനെ നമ്മൾ കീ ആട്രിബ്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, SID എന്ന് നമ്മളൊരു എലിപ്റ്റിക്കൽ സ്ട്രക്ചറിൽ എഴുതിയിട്ട് ആ ഒരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യും, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും ആണല്ലോ. സ്റ്റുഡൻറ്റിന് പിന്നെ എന്താണ്, നെയിം കൊടുത്തു. അതേപോലെ തന്നെ ആ സ്റ്റുഡൻറ്റിന് ഒരു പ്രോഗ്രാമും കൊടുത്തു. അയാളൊരു ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് അയാളുടെ കോഴ്സ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം, ID കൊടുക്കാം, അഡ്മിഷൻ നമ്പർ കൊടുക്കാം, റോൾ നമ്പർ കൊടുക്കാം, ഏജ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മിനിമം ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റിയെ നമ്മളൊരു റിലേഷൻഷിപ്പായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റുഡൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കോഴ്സസ് എടുക്കുന്നത്. അതായത് സ്റ്റുഡൻറ്റ് ടേക്സ് ദ കോഴ്സ് ആണല്ലോ. അപ്പോൾ സ്റ്റുഡൻസ് കോഴ്സ് എടുത്തു നോക്ക്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളവിടെ കണക്റ്റിംഗ് റിലേഷൻഷിപ്പായിട്ട് നമ്മൾ കൊടുത്തത് എന്താണ്, ടേക്സ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ കോഴ്സ് ഓഫറിങ്സ് അടുത്ത എന്താണ്, രണ്ടാമത്തെ എൻറ്റിറ്റിയാണ് കോഴ്സ് ഓഫറിങ്. അപ്പോൾ കോഴ്സ് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കോഴ്സസ് നമുക്ക് കോഴ്സസിന് എന്തൊക്കെ കൊടുക്കാം, ഓരോ കോഴ്സിനും ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും, അതിനോരോ സെക്ഷൻ നമ്പർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പറയുവാണ്, ഇപ്പോൾ നിങ്ങൾ മൈനർ കോഴ്സ് ഓഫർ ചെയ്യത്തില്ലേ നമ്മൾ, അങ്ങനെയാണെങ്കിൽ മൈനറിൻ്റെ ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ ഇന്ന റൂമിൽ നിങ്ങൾ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു റൂം നമ്പർ കൊടുത്തു, കോഴ്സിനൊരു നമ്പർ കൊടുത്തു, ആ കോഴ്സ് പഠിക്കുന്ന സെമസ്റ്റർ ഏതാണെന്ന് പറഞ്ഞു, ഏത് അഡ്മിഷൻ ഇയർ ആണെന്ന് പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് ഫാക്കൽറ്റി ഏതാണെന്നുള്ളത് അസൈൻ ചെയ്യാം. അങ്ങനെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് കൊടുക്കണം എന്നുള്ളത്. സോ ആട്രിബ്യൂട്ട്സിനെല്ലാം നമ്മൾ എലിപ്റ്റിക്കൽ സ്ട്രക്ചറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സെഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ വേണമെങ്കിൽ കോഴ്സിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് നമ്പർ വേണം നമുക്കിവിടെ കീ ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. കീ ആട്രിബ്യൂട്ടിനെ എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു എലിപ്റ്റിക്കൽ സ്ട്രക്ചർ കൊടുത്തിട്ട് ആ ഒരു ആട്രിബ്യൂട്ടിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കോഴ്സ് നമ്പർ ആണെങ്കിൽ കോഴ്സ് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മളതിനെ എന്ത് ചെയ്യും, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും. അപ്പോഴേക്കും അത് എന്തായി മാറും, കീ ആട്രിബ്യൂട്ടായിട്ട് മാറും. ഓക്കെ, ഇതൊരു ബേസിക് റിലേഷൻഷിപ്പാണ് കാണിച്ചിരിക്കുന്നത്, ഒരുപാടൊന്നും ഡീറ്റെയിൽ ചെയ്തിട്ടില്ല, ബേസിക് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്, സ്റ്റുഡൻറ്റിനെയും കോഴ്സിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഏത് റിലേഷൻഷിപ്പ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്, ടേക്സ് എന്നുള്ള റിലേഷൻഷിപ്പ് വഴി. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, സ്റ്റുഡൻറ്റ് കോഴ്സ് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് എന്താണ്, ആ കോഴ്സിൻ്റെ ബേസിസിൽ എക്സാംസും എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ എക്സാം റിലേഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് എന്ത് വഴിയാണ്, സ്റ്റുഡൻറ്റിനെ എന്താണ്, സ്റ്റുഡൻറ്റ് ടേക്സ് എന്താണ്, എക്സാം. സ്റ്റുഡൻറ്റ് എന്താണ് ചെയ്യുന്നത്, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നു. ആ സമയത്ത് സ്റ്റുഡൻറ്റിന് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഇതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഈ മാർക്കിനെ വിളിക്കുന്ന പേരെന്താണ്, റിലേഷൻ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കും. റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കും. അതായത് ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും ആ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് എക്സാം എടുക്കുകയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അവിടെ നമുക്ക് മാർക്സ് കിട്ടത്തുള്ളൂ. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പെസിഫിക് ഒരു ആട്രിബ്യൂട്ടായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, റെപ്രസെൻറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ സ്റ്റുഡൻറ്റ് ഈസ് ടേക്കിംഗ് ദി എക്സാം, ദെൻ ഹീ ഈസ് സ്കോറിങ് മാർക്ക്. ഓക്കെ, അങ്ങനെ കാണിച്ചു കൊടുത്തു. ഇനി എക്സാമിന് നമുക്ക് എന്ത് കാണും, എക്സാമിന് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു എക്സാം ID അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ID കാണും. അത് നമ്മൾ കീ ആട്രിബ്യൂട്ടായിട്ട് കൊടുക്കാം. പിന്നെ അതിനൊരു ടൈം കാണും, ഒരു പ്ലേസ് കാണും, സബ്ജക്റ്റിനൊരു നെയിം കാണും. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും കൊടുക്കാം. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ നോക്കുന്നത്, ഓരോ എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലാക്കുക. സ്റ്റുഡൻ്റ് ഉണ്ട്, സ്റ്റുഡൻ്റ് എടുക്കുന്ന മീൻസ് ടേക്ക് ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്, അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്സാംസ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇതൊരു ടേണറി റിലേഷൻഷിപ്പിനും കൂടെ എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ്റ്, കോഴ്സും എക്സാമും ആണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺടെക്സ്റ്റിൽ എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ ഇതൊരു ടേണറി എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള എൻറ്റിറ്റീസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ എൻറ്റിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു ടേണറി റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ എൻറ്റിറ്റീസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. കുറച്ചും കൂടെ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഓഫീസിൻ്റെയാണ്, ഒരു യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഓഫീസിനെയാണ് നമ്മൾ ഈ ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻറ്റിറ്റീസ്, ഓക്കെ, ഫോളോയിങ് എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റിലത്തെ എൻറ്റിറ്റി എന്താണ്? കോഴ്സ്. രണ്ടാമത്തെ എൻറ്റിറ്റി എന്താണ്? കോഴ്സ് ഓഫറിങ്സ്. മൂന്നാമത്തെ എൻറ്റിറ്റി എന്താണ്? സ്റ്റുഡൻറ്റ്. നാലാമത്തെ എൻറ്റിറ്റി എന്താണ്? ഇൻസ്ട്രക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എൻറ്റിറ്റീസ് എന്ന്. ആ എൻറ്റിറ്റീസിനെ ഫോളോ ചെയ്തേക്കുന്നത് എന്താണ്? അവർക്കൊരു കോഴ്സിൻ്റെ നമ്പറുണ്ട്, ടൈറ്റിലുണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, സിലബസ് ഉണ്ട് ആൻഡ് പ്രീ റിക്വസിറ്റ്. അപ്പോൾ നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയില്ലേ, അപ്പോൾ അതാണ് പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സിന് ഒരു കോഴ്സ് നമ്പർ ഉണ്ടായിരിക്കും, ഇയർ ഉണ്ടായിരിക്കും, സെമിസ്റ്റർ ഉണ്ടായിരിക്കും, സെക്ഷൻ നമ്പർ ഉണ്ടായിരിക്കും, അത് ആരൊക്കെയാണോ പഠിപ്പിക്കുന്നത് ആ ഇൻസ്ട്രക്ടേഴ്സിന് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, ഏത് ടൈമാണ് വേണ്ടത്, ഏതൊക്കെയാണ് ക്ലാസ് റൂം നമ്മൾ അലോക്കേറ്റ് ചെയ്തത്, ആ ഇൻഫർമേഷൻസും കാണും. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റിന് ഒരു ID ഉണ്ടായിരിക്കണം, നെയിം ഉണ്ടായിരിക്കണം, അവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഏതാണോ അല്ലെങ്കിൽ കോഴ്സ് എന്താണോ അതിന് ഇൻഫർമേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കേസിൽ ഓരോരുത്തർക്കൊരു ID നമ്പർ ഉണ്ടായിരിക്കും, പിന്നെ അവർക്കൊരു നെയിം ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ടൈറ്റിൽ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഓരോ എൻറ്റിറ്റീസും അതിൻ്റെ ആട്രിബ്യൂട്ട്സും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ ആ ERൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. Further, the enrollment of students in course and grades awarded to the students in each course they are enrolled must be appropriate model. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ ആ ഒരു റിലേഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. Enrollment of students in courses and grades awarded to students in each course they have enrolled for must be appropriately modeled. Okay, then construct an diagram for the registrar's office. Document all assumptions that you make about the mapping constraints. Okay, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മാപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കൺസ്ട്രെയിൻസ് എന്താണോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്യുമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, ഈ ഒരു തന്നിരിക്കുന്ന എല്ലാ എൻറ്റിറ്റീസിനെയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു എൻറ്റിറ്റി എന്താണ്, കോഴ്സാണ്. സോ അപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ, എവിടെ വേണമല്ലോ. ഫസ്റ്റായിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കോഴ്സ് വരയ്ക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, കോഴ്സിനൊരു എൻറ്റിറ്റി വന്നിട്ടുണ്ട്, ഇതാണ് കോഴ്സിൻ്റെ എൻറ്റിറ്റി. കോഴ്സ് ഓഫറിങ്, ഇതാണ് നമ്മുടെ കോഴ്സ് ഓഫറിങ്ങിൻ്റെ എൻറ്റിറ്റി. നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് നമുക്കൊരു എൻറ്റിറ്റി വേണം. അതേപോലെ പിന്നെ എന്താണ്, ഇൻസ്ട്രക്ടർ. അപ്പോൾ ഇൻസ്ട്രക്ടറിന് നമുക്ക് എന്ത് വേണം, ഒരു എൻറ്റിറ്റി വേണം, കൊടുത്തല്ലോ. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്, കോഴ്സിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോഴ്സ് നമ്പർ ഉണ്ടായിരിക്കണം, കോഴ്സിന് നമ്പർ ഉണ്ടായിരിക്കണം. അപ്പം ഈ കോഴ്സ് നമ്പർ ആയിരിക്കും അതിൻ്റെ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ നമുക്കതിനെ അതിൻ്റെ കീ ആട്രിബ്യൂട്ടായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എന്താ ഉള്ളത്, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കോഴ്സിനൊരു പേരുണ്ട്, ടൈറ്റിലുണ്ട്, പിന്നെ ക്രെഡിറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ സിലബസ് ഉണ്ട്, അതെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. ആൻഡ് പ്രീ റിക്വസിറ്റ്സ്. ഓക്കെ, അപ്പോൾ പ്രീ റിക്വസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് ആക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻ ക്രൈറ്റീരിയ ആക്കി മാറ്റാം. ഒരു റിലേഷൻ ക്രൈറ്റീരിയ ആക്കിയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ കോഴ്സിൻ്റെ കൂട്ടത്തിൽ നമുക്കിങ്ങനെ കോഴ്സിൻ്റെ ഒരു ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, പ്രീ റിക്വസിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രീ റിക്വസിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഒരു റിലേഷനായിട്ട് നമുക്കൊരു വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ ഒരു ആട്രിബ്യൂട്ടായിട്ട് സ്പെസിഫൈ ചെയ്യാം. ഇനി നമ്മൾ കമ്മിങ് ടു സ്റ്റുഡൻറ്റിൻ്റെ എൻറ്റിറ്റി നോക്കുവാണെങ്കിൽ, അല്ലേ, അത് രണ്ടാമത്തെ എൻറ്റിറ്റി കോഴ്സ് ഓഫറിംഗ് ആണ്. സോ കോഴ്സ് ഓഫറിംഗ് ഇതെങ്ങനെയാണ് വീക്ക് എൻറ്റിറ്റി, ഈ 2 സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അതൊരു വീക്ക് എൻറ്റിറ്റിയാണ്. അതെങ്ങനെ വീക്ക് എൻറ്റിറ്റി ആയെന്നുള്ളത് പറയാം. ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, ഒരു നോർമൽ എൻറ്റിറ്റി ആയിട്ട് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സിനെ മെൻഷൻ ചെയ്യുക. കോഴ്സ് ഓഫറിങ്ങിനകത്ത് എന്തൊക്കെയുള്ളത്, കോഴ്സ് നമ്പർ ഉണ്ട്. ഓക്കെ, സോ ഒരു കോഴ്സ് നമ്പർ ഉണ്ട്. പിന്നെന്താ ഉള്ളത്, കോഴ്സ് ഓഫറിങ്സ്, കോഴ്സ് നമ്പർ ഉണ്ട്, പിന്നെ ഇയർ ഉണ്ട്, സെമസ്റ്റർ ഉണ്ട്, സെക്ഷൻ നമ്പർ ഉണ്ട്, ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, ടൈമിംഗ് ഉണ്ട്, ക്ലാസ് റൂം ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നോക്കിക്കേ, ടൈമുണ്ട്, സെക്ഷൻ നമ്പർ ഉണ്ട്, റൂമുണ്ട്, പിന്നെ സെമസ്റ്റർ ഉണ്ട്, ഇയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ടറിൻ്റെ ഇൻഫർമേഷൻ അതായത് ഇത്ര നമ്മൾ കൊടുത്തു. അപ്പോൾ അത്രയും ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ആട്രിബ്യൂട്ട്സിൻ്റെ സെലക്ട് ചെയ്യുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്ട്രക്ടറിൻ്റെ കേസ് എടുത്തു. സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ സ്റ്റുഡൻ്റാണ് നമ്മുടെ അടുത്ത ആട്രിബ്യൂട്ട്. സ്റ്റുഡൻറ്റിന് സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം വേണം, പിന്നെന്താ വേണ്ടത്, സ്റ്റുഡൻറ്റ് പ്രോഗ്രാം, സ്റ്റുഡൻറ്റ് ഐ ഡി, നെയിം ആൻഡ് പ്രോഗ്രാം. അപ്പോൾ 3 ആട്രിബ്യൂട്ട്സ് നമ്മൾ സെറ്റ് ചെയ്തു. അടുത്ത എന്താണ് ഇൻസ്ട്രക്ടർ. ഇൻസ്ട്രക്ടറിൻ്റെ കേസിൽ ഇൻസ്ട്രക്ടറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്തു. അത് പ്രൈമറി ആട്രിബ്യൂട്ടാണ്, അത് നമ്മൾ കീ ആട്രിബ്യൂട്ടാക്കി കൊടുത്തു. ദെൻ പിന്നെന്ത് വേണം, നെയിം വേണം, ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ടൈറ്റിൽ വേണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എൻറ്റിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് എന്താണ്, എൻറോൾ അല്ലെങ്കിൽ ജോയിൻസ് ദ കോഴ്സ്. ഓക്കെ, അത് കൊടുക്കാമല്ലോ. ഇവിടെ നമുക്ക് സ്റ്റഡീസിനോ അല്ലെങ്കിൽ എൻറോൾസിനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ സ്റ്റുഡൻറ്റിനെയും കോഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ്, നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ്, എൻറോൾമെൻറ്റ് അല്ലെങ്കിൽ ജോയിൻസ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് എന്നുള്ള പേര് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, എൻറോൾ. ഓക്കെ, അതൊരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴേക്കും സ്റ്റുഡൻസ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് കിട്ടും. എന്ത് കിട്ടും, ഗ്രേഡ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു, ഇതിനെ ഒരു റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ടാക്കി റെപ്രസെൻറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തു ആണല്ലോ. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി നമുക്ക് ആരാ ഉള്ളത്, ഈ കോഴ്സിനെയും ഇൻസ്ട്രക്ടറും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ കോഴ്സും ഇൻസ്ട്രക്ടറും തമ്മിലുള്ള ബന്ധം എന്താണ്, കോഴ്സ് പഠിപ്പിക്കുന്നത് ആരാണ്, ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോഴ്സ് എന്താണ് ടീച്ച് ചെയ്യുന്നത് ആരാണ്, ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുത്തു, ടീച്ചേഴ്സ് എന്നുള്ള റിലേഷൻഷിപ്പ് കൊടുത്തു ആണല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ്, ഒരു കോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓഫർ ചെയ്ത കോഴ്സിനെ നമ്മളുടെ ശരിക്കുമുള്ള കോഴ്സുമായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഓക്കെ, സോ കോഴ്സസ് ഓഫേർഡും ഉണ്ട്, പിന്നെ ഓഫറിങ് കോഴ്സസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സസ്, അതായത് ഓഫർ ചെയ്ത കോഴ്സ് നോക്കുകയാണെങ്കിൽ ആ കോഴ്സിന് നിലനിൽപ്പ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉള്ളത് എപ്പോഴാണ്, നമ്മുടെ മെയിൻ കോഴ്സുമായിട്ട് അതിനൊരു ബന്ധമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുത്തെ കോഴ്സിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഓഫേർഡ് കോഴ്സുമായിട്ട് അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാം, ഇത് ഈ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ എൻറ്റിറ്റി അല്ല, പിന്നെ സെക്ഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ എൻറ്റിറ്റി അല്ല ഫോർ ദിസ് കോഴ്സ് ഓഫറിങ് അല്ലേ. അതൊക്കെ കോഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു റൂം എന്ന് വെച്ചിട്ട് നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടുമെന്നുണ്ടോ, ഇല്ല. ഏത് സെമസ്റ്ററിലാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കോഴ്സ് ഓഫറിങ് കിട്ടുമെന്നുണ്ടോ, ഇല്ല. ഏത് ഇയറിലാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടുമോ, ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കോഴ്സിനുള്ളിൽ ഉള്ള ഇതിൻ്റെ മാത്രമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഒന്നും എന്തല്ല, ഈ ഒരു കോഴ്സ് ഓഫറിങ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, കോഴ്സ് ഓഫറിങ് ഇസ് എ വീക്ക് എൻറ്റിറ്റി. ഏത് എൻറ്റിറ്റിയാണ്, ഇറ്റ്സ് എ വീക്ക് എൻറ്റിറ്റി. ഓക്കെ, ഈ വീക്ക് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ കോഴ്സ് ഓഫർ ചെയ്തേക്കുന്ന കോഴ്സുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പം ഈ കോഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോഴ്സ് ഓഫറിങ്ങിനെ കോഴ്സുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, സോ അപ്പം നമ്മൾ ആ ഒരു വീക്ക് എൻറ്റിറ്റിയെ ഒരു സ്ട്രോങ് എൻറ്റിറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഐഡൻറ്റിഫയിങ് റിലേഷൻഷിപ്പ്. എന്ത് വിളിക്കും, ഐഡൻറ്റിഫയിങ് റിലേഷൻഷിപ്പ് ആണല്ലോ. സോ ഇവിടുത്തെ ഐഡൻറ്റിഫയിങ് റിലേഷൻഷിപ്പാണ് ഈസ് ഓഫേർഡ്. അതായത് കോഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, നമ്മുടെ കോഴ്സിൻ്റെ ഒരു ഭാഗമായിരിക്കും ആണല്ലോ. എന്നിട്ട് ഇവിടുത്തെ ഒരു ആട്രിബ്യൂട്ടാണ് എന്ത് പറയുന്നത്, കോഴ്സ് നമ്പറാണ് ഒരു കീ ആട്രിബ്യൂട്ടായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഓഫർ ചെയ്തേക്കുന്ന എല്ലാ കോഴ്സുകളും നമ്മളുടെ മെയിൻ കോഴ്സിൻ്റെ ഭാഗമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ എന്താണ്, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. എന്താണ്, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, നിങ്ങൾ ഓർത്താൽ മതി, ഇത് നമ്മുടെ കോഴ്സ് ഓഫറിങ്ങിനകത്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ മൈനർ കോഴ്സസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഉള്ള കോഴ്സസിനെ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ കോഴ്സിനകത്തു നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, മൈനർ കോഴ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ബയോമെഡിക്കലിൽ ഉള്ള കോഴ്സസിൻ്റെ ലിസ്റ്റിൽ നിന്നാണ് നമുക്കൊരു ബയോമെഡിക്കലിൻ്റെ മൈനർ കോഴ്സ് കിട്ടുന്നത്. FTയിലുള്ള ഒരു കോഴ്സിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, FTയുടെ മൈനർ കോഴ്സ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു സബ്സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്, ഈ ഓഫർ ചെയ്ത കോഴ്സസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറയാം, എല്ലാ ഓഫർ ചെയ്ത കോഴ്സസും എവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ മെയിൻ കോഴ്സിൻ്റെ ഭാഗമായിരിക്കണം. സോ അതുകൊണ്ട് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്താണ്, ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ്. കുഴപ്പമില്ലല്ലോ. പക്ഷേ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ കോഴ്സസും ഈ മൈനറിനകത്ത് വരുമോ, ഓഫർ ചെയ്ത കോഴ്സിനകത്ത് വരുമോ, ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളുടെ പാർട്ടിസിപ്പേഷൻ എന്താണ്, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഒരു സിംഗിൾ ലൈൻ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. അതായത് എല്ലാ എലമെൻറ്റ്സും ഇതിൽ വരണം എന്നില്ല, പാർട്ടിസിപ്പേഷൻ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് മാത്രമായിരുന്നു നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് ഓഫറിങ്ങും കോഴ്സും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അത് ഓഫർ ചെയ്യുന്ന കോഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരും, ഓഫേർഡ് കോഴ്സിൽ വരും. ഓക്കെ, സോ അപ്പോൾ ഇതൊരു സബ്സെറ്റാണ്, കോഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ് ഓഫേർഡ് കോഴ്സസിനകത്ത് വരും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യുന്നത്, ഒരു
ER ഡയഗ്രാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക.